അവൾ ഇനി മുതൽ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഓണപ്പിസ. ഹലോ ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി. ഷീ ഈസ് മൈ പാറ്റി. ഞങ്ങളിവിടെ ന്യൂസിലാൻഡിൽ ഓണം ആഘോഷിക്കാൻ പോവാണല്ലേ. ഇന്നിവിടെ ഉത്രാടത്തിന് ബെനി ബേബിയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ്. കണ്ടോ ഞങ്ങളുടെ പൂക്കളം, കണ്ടോ ഞങ്ങളുടെ ഫ്ലവർ ഡെക്കറേഷൻ, കണ്ടോ അല്ലേ. നമ്മുടെ വീട്ടിൽ പൂക്കളം ഉണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ പൂക്കളം ഉണ്ട്. നമ്മുടെ വീട്ടിൽ പിന്നെ എന്തൊക്കെയുണ്ട്? സദ്യയുണ്ട്. എന്തൊക്കെയുണ്ട്? സദ്യയുണ്ട്. നമ്മളെവിടെയാണ്? ന്യൂസിലാൻഡിലാണ് അല്ലേ. നമ്മൾ ന്യൂസിലാൻഡിലാണല്ലേ. ന്യൂസിലാൻഡിൽ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. നമുക്ക് ഭയങ്കര ഓണാഘോഷമല്ലേ ഇവിടെ. തകർപ്പൻ ഓണാഘോഷമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓൾറെഡി ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഓണം ആഘോഷിച്ച് കഴിഞ്ഞു. ബട്ട് ഇത് നമ്മുടെ വീട്ടിലെ ഓണമാണ്. നമ്മൾ ഉത്രാടത്തിന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലേ. ബെനി ബേബിയുടെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നാളെ തിരുവോണത്തിൻ്റെ ഒന്നും ഓണാഘോഷമുണ്ട്. ഉത്രാടമായിട്ട് രാവിലെ തന്നെ ഒരു നൊസ്റ്റാൾജിയ അയവിറക്കാനായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോയി. നൊസ്റ്റു അയവിറക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഫ്രോസൺ സദ്യ രാവിലെ ഷോപ്പിൽ പോയി എടുത്തു. കാരണം നമുക്ക് ഫ്രീസറിൽ എടുത്തു വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കറുമുറ സാധനങ്ങളൊക്കെ മേടിക്കുക. ഓണമൊക്കെ അല്ലേ, നമുക്ക് നാട്ടിലെ പോലെ വറുത്ത് പൊരിച്ച് കഴിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ കഴിക്കാറുമില്ല ഒരുപാട് സാധനങ്ങൾ. പക്ഷേ ഓണം ആകുമ്പോഴത്തേക്ക് ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കഴിക്കാൻ. അങ്ങനെ നമ്മളൊന്ന് പോയതാണ്. പിന്നെ നാളത്തേക്കുള്ള കുക്കിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളും എനിക്ക് വാങ്ങണമായിരുന്നു. KLF കോക്കനട്ട് ഓയിൽ ഉണ്ടോ. ഫ്രോസൺ ഫുഡുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഉഴുന്നുവട, പരിപ്പ് വട, ഓണിയൻ വട, കടും പായസം, ചക്കക്കുരു മെഴുക്ക് പുരട്ടി, എന്താണ് കട്ട്ലറ്റ്, ഉള്ളിത്തീയൽ. ഓണത്തിന് ഉള്ളിത്തീയൽ ഉണ്ടാക്കണ്ട, ഇവിടെ നിന്ന് അങ്ങ് എടുക്കാം. ഓക്കെ. രാവിലെ ഈ തണുപ്പത്ത് ജാക്കറ്റൊന്നും ഇടാതെ കടയിൽ വന്നപ്പോൾ തണുത്ത് വിറച്ചിട്ട് ഇവിടുന്ന് ഒരു മസാല ചായ വാങ്ങി അങ്ങോട്ട് കുടിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചക്കക്കുരു മെഴുക്കുവരട്ടിയും കൂടെ എടുക്കുകയാണ് ചുമ്മാ കഴിക്കാൻ. ഉണ്ടോ, ഞങ്ങൾക്ക് എല്ലാ സീസണിലും ചക്കപ്പഴം കിട്ടും. നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ നിന്നാണോ മേടിച്ചേ, അതോ പാക്കറ്റ് സേവ് ചെയ്യുന്നു? ഫ്രോസൺ ഫുഡുകൾ ഇങ്ങനെ ഇരിക്കും. പാലട, സേമിയ, ഇഞ്ചി അച്ചാർ, ഈ പുളിയിഞ്ചി അച്ചാർ. എന്നാൽ ഇത് വാങ്ങട്ടെ. എന്തിനാ വെറുതെ കിടന്ന് ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത് അല്ലേ. ഒരെണ്ണം മതിയായിരിക്കും 20 പേർക്ക് തൊടാനായിട്ട്. ഉത്രാടത്തിന് നമ്മൾ സദ്യ വീട്ടിലുണ്ടാക്കുന്നില്ല. കാരണം എല്ലാ സദ്യയും കൂടെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അസോസിയേഷൻ്റെ സദ്യ കഴിച്ചു. അപ്പോൾ ഡിഫറെൻറ്റ് സദ്യ കഴിക്കുമ്പോഴാണല്ലോ നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഡിലൈറ്റിൻ്റെ ഫ്രോസൺ സദ്യയാണ് ഇന്ന് കഴിക്കുന്നത്. ഞങ്ങൾ ഒരു 5-8 പേരേ ഉള്ളൂ, 2 ഫാമിലി. അപ്പോൾ അതിലും പിള്ളേരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു 8 പേരുടെ സദ്യ മാക്സിമം ആവശ്യമുള്ളൂ. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഫ്രോസൺ സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഈ ചാൻ പൊട്ടി തുറന്നു, അങ്ങനെയൊക്കെ തുറന്നു. വാഴയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വാഴയിലൊക്കെ നമ്മൾ തന്നെ. ഇതെന്നതാ
നമ്മൾ കഴിക്കുമ്പോൾ വിരിക്കാനുള്ള ഭയങ്കര സെറ്റപ്പാട്ടോ. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ ഉണ്ടെന്ന്. ബോളി കർത്താവേ ഈശോമിശിഹായേ, ഇത് പൊളി. പപ്പടം നമ്മൾ കാച്ചി എടുക്കണം എന്ന് തോന്നുന്നു. കൂർക്ക മെഴുക്ക് വരട്ടി, ഇങ്ങോട്ട് ക്യാമറ കൊണ്ടുവന്ന് വെച്ചേ. ശർക്കര വരട്ടി, ബനാന ചിപ്സ്, പൊന്നെ സൂപ്പർ. അങ്കമാലി മാങ്ങക്കറി, ഇതൊക്കെ എന്നാത്തിനാ? ഇത് സദ്യ തന്നെയല്ലേ? ക്യാബേജ് ക്യാരറ്റ് തോരൻ, ഓലൻ, പരിപ്പ് കറി, എരിശ്ശേരി, സാമ്പാർ, രസം, ഇഞ്ചിക്കറി, നാരങ്ങാച്ചാർ എല്ലാം ഉണ്ട്. പക്ഷെ ചോറില്ല കേട്ടോ. ചോറ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. വെളിയിൽ ഇവിടെ വയ്ക്കാം. കുറച്ച് നേരം ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇത് മാറ്റി വയ്ക്കണം. രണ്ടും ഡെയിലി ഡിലൈറ്റ് തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ സദ്യയുടെ വിശേഷങ്ങൾ പിന്നെ കാണാം. നമ്മുടെ പൂക്കളം കണ്ടോ? വെനി ബേബി പൂക്കളം. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഇതിങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ എടുത്ത് കുറച്ച് നേരം മുന്നേ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉച്ചയ്ക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാലത്ത് 7 മണിക്കൊക്കെ തന്നെ എടുത്ത് വെച്ചാലാണ് നമുക്ക് പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്നതാ ബെനി? ഓണസദ്യ. ഓണസദ്യ. That is pop rings. That is flowers. Flower decoration. That's a clock. പൊടി പൊട്ടിക്കാളി. ഇത് പൂക്കളം. ഓക്കെ. വേണ്ട. No. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ ഇതൊക്കെയാണ്. രാഹുൽ ഒരു ഹായ് പറഞ്ഞേ. ബെഞ്ചമിൻ ഒരു ഹായ് പറഞ്ഞോ. അന്നൂസിന്റെ ഹായ് കിട്ടിയില്ല. ഓക്കെ. ഹാപ്പി ഓണം പറ. ഓണാശംസകൾ എന്ന് പറ. ഹാപ്പി ഓണം എന്നല്ല, ഓണാശംസകൾ. അന്നൂസ് പറഞ്ഞേ ഓണാശംസകൾ. ഇതെന്നതാ? ഇതെന്താണ് അവിടെ? ഇതെന്താണ്? അന്നൂസ് പറഞ്ഞ ഇതെന്താണ്? പൂക്കളം. അതില് 5 പേരുടെ ഉണ്ട്, 3 പേരുടെ. പക്ഷെ എന്നോട് ഡോണ പറഞ്ഞത് 5 പേര് വെച്ച് 4 പേര് ലാവിഷായിട്ട് കഴിക്കാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഇച്ചിരി കഴിക്കുള്ളായിരിക്കും. ഇങ്ങോട്ട് നോക്കിയേ. എവിടെ ഇടാനാ? കഴുത്തേലിട്. മറ്റേ നാരദനൊക്കെ നടക്കുന്ന പോലെ നാരായണ. ബെഞ്ചമിൻ സ്വഭാവം കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റാവും. കുറ്റമല്ല, എന്നോട് നാരദ സ്വഭാവമാണ് കാണിക്കുന്നത്.
മലയാളം അറിയാമെന്ന് ചോദിച്ചില്ലേ? അതാണ് അവളോടാണ് ചോദിച്ചത് മലയാളം അറിയോ. ഇതിനെ കപ്പങ്ങാത്തോരനോ ക്യാബേജ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡൗട്ട്. പച്ചടി രാഹുൽ വിളിക്കുന്നുണ്ടല്ലോ. ചൂടാക്കട്ടെ. ഓക്കെ, ഇത് ചൂടാക്കാൻ പറ്റുന്ന പാത്രമായിരിക്കും എന്ന് തോന്നണം അല്ലേ? ഓണാഘോഷിക്കുവാണോ? നിങ്ങളുടെ ഓണം ഈ കുപ്പക്കൂടിനകത്താണോ? നോക്കിയേ, ബെനി മകിന്റെ മുഖം മറിക്കണേ. സുന്ദരി ബെനി. അനുസ്ഥേച്ചി ഹാപ്പി ഓണം. ബെനി ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇവരിവിടെ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടോ. 2 പായസവും നടപ്രഥമനും 1 പരിപ്പുമായിരുന്നു. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കാനിട്ടോ. ബട്ട് രണ്ടും ശർക്കര പായസം അല്ലേ, സാരമില്ല, നമ്മളല്ലേ കഴിക്കുന്നേ. ഓക്കെ, ആക്ച്വലി ഉത്രാടം പിള്ളേരോണാന്നല്ലേ പറയുന്നത്. അത് ആവണിയാട്ടോ, അങ്ങനെയാണ് സാധനം. ചോറിടട്ടെ. ഇച്ചിരി അങ്ങോട്ട് നീങ്ങാവോ കുട്ടൻ്റെ? ഇവിടെയാണ് ഇടേണ്ടത് കേട്ടോ. അന്നൂസിന്റെ കസേര എൻ്റെ ഇങ്ങോട്ട് നീക്കി തരാം. ആ ഓക്കെ അല്ലേ? ബെനി ഇങ്ങോട്ട് നീക്കി. അന്നൂസ് ഇച്ചിരി കൂടെ നീക്ക്. ഓവർലാപ്പ് ചെയ്യുന്നത്. എനിക്ക് വെട്ടമുള്ളത് കൊണ്ടേ ഇത് കിട്ടുന്നില്ല ബാക്കിൽ നിന്ന്. വാവ്, ഞങ്ങളുടെ ഡെലീഷ്യസ് ഡെയിലി ഡിലൈറ്റ് ഫ്രോസൺ സദ്യയാണ് ഈ കാണുന്നത്. ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ ഇത്രയും ഫ്രോസൺ ആണെന്നല്ലേ? ഈ അമ്മച്ചിമാരത് തിന്നിട്ട് എണീക്കോ? ഞങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കണമായിരുന്നു. ബെനി ബേബിയാണ് ഓരോ ചോറ് പെറുക്കി തിന്നുന്നത്. ഇതിന്റെ വേറെ കളറാണ്. അവളുടെ ബർത്ത്ഡേക്ക് തൊട്ട് എനിക്ക് അത് മതി, ബെഞ്ചമിനങ്ങള് കൊണ്ടുവന്നത് മതി. അതിന് പാന്റാണോ പാവാടയാണോ? പാവാട. ഇവക്ക് അതിന് പാന്റാന്ന് തോന്നണേ. ഇവക്കും അന്യൂസിനും മറ്റേ ടാലിക്കും എടുത്തു. 3 പേർക്കും ഡിഫറെന്റ് കളർ. 2 പേർക്കും പച്ചയാ, മറ്റേ അവക്കും വേറൊരു പച്ച. ബെനി നോക്കിയ ബെനിയുടെ കോസ്റ്റ്യൂം കണ്ടോ? വയറ് നിറഞ്ഞു. ഡെൽഫി ക്ലാസ് കഴിഞ്ഞാണ് വന്നത്. 4 മണിയൊക്കെയായി വന്നപ്പോൾ. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി ഡെൽഫിനെ കൊണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ തന്നെ പോയി. എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് പോയി. നമ്മുടെ ബെനി ബേബി 2ാം ട്രിപ്പ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ. എന്തൊരു ആത്മാർത്ഥതയുള്ള കുട്ടി. ഇല ആയതുകൊണ്ടാണ്, ഇലയൊക്കെ തിരിച്ചിട്ടിരുന്നാണ് കഴിക്കുന്നത്. പക്ഷേ ഇലയിലായതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ബെനിയുടെ ബോധം പോയി. അങ്ങനെ ബെനി കിടന്നുറങ്ങി. രാത്രി ആയപ്പോഴത്തേക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് അവളുടെ പിള്ളേരുമായിട്ട് കുറേ പിസയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ രാത്രി മുഴുവൻ സൊറ പറഞ്ഞിരുന്ന അങ്ങോട്ട് ഒരു ഉത്രാടം നൈറ്റ് ഒരു നൊസ്റ്റു നൈറ്റാക്കി മാറ്റി. അവൾ ഇനി മുതൽ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടിലേക്ക് ഉത്രാടത്തിൻ്റെ ആൾക്കാർ തലേ ദിവസം വീട്ടിലെ ഓണത്തിന് കുത്തിയിരിക്കുന്നു. അവർ പാവിരിച്ച് പുതച്ച് മൂടിയിരിക്കുന്നു. എല്ലാവരും തകർന്നിരിക്കുകയാണ്.
വിശേഷം പറ. ആർക്കും ആരുടെ മുഖം കാണിക്കാൻ പറ്റാത്ത സാഹചര്യം, എല്ലാവരും ചരിഞ്ഞിരിക്കുക. എന്തൊരു ഗതികേടാണോ അല്ലേ. ആണ് ഞങ്ങളുടെ ഓണപ്പിസ. കൊണ്ടുവാ, നിലത്തൊക്കെ ഒക്കെ നിരത്തി അങ്ങോട്ട് വെച്ചു. എല്ലാരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാണ്. വാവ്, അടിപൊളി. പൂക്കളം പോലത്തെ ഓണം സ്പെഷ്യൽ പിസ്സ അല്ലേ. അടിപൊളി. കണ്ടോ, അതൊക്കെ കണ്ടോ, കറക്റ്റ് പൂക്കളം പോലെ എല്ലാ കളറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉത്രാട വിശേഷം. നാളെ തിരുവോണ വിശേഷങ്ങൾ വീണ്ടും കാണാം.